ഹായ് ഹലോ, ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ മക്കൾക്കാണെങ്കിലും ഓഫീസ് ജോലിക്ക് പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലഞ്ച് ബാഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പഴയൊരു നൈറ്റി കൊണ്ടാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത്. ആർക്കും ഏത് തുണി വെച്ചിട്ടും തയ്ക്കാം. അതിന് വേണ്ടിയിട്ട് സ്ക്വയർ ടൈപ്പിലുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ അരിയൊക്കെ വാങ്ങിക്കുന്ന ചാക്കുണ്ടല്ലോ, ആ ചാക്കും അതേപോലെ ലൈനിങ്ങിൻ്റെ തുണിയും ഈ മെയിൻ തുണി, ഇത് മൂന്നും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ആക്കിയിട്ട് നീളവും വീതിയൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. അത് വെച്ച് ഇതിന് 2 മടക്കാക്കുക, വീണ്ടും അതിന് 1 മടക്കും കൂടെ അടക്കി, ഇപ്പം 4 മടക്കാക്കി മൊത്തം. ഇനി അടിഭാഗത്ത് അടഞ്ഞ ഭാഗത്തുനിന്ന് 2.5 ഇഞ്ച് വീതം 2 സൈഡിലും അടയാളപ്പെടുത്തുക. 2.5 ഇഞ്ച് വീതം 2 സൈഡിലും അടയാളപ്പെടുത്തി അതിനൊരു ലൈനാക്കി മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് മുകൾക്കും അതേപോലെ 1 ഇഞ്ച് അടിഭാഗത്തുനിന്ന് മുകൾ ഭാഗം വരുന്നിടത്ത് 1 ഇഞ്ച് കൊടുത്തിട്ട് ഒരടയാളം വെച്ച് കൊടുക്കുക. അതാക്കിയിട്ട് ഏറ്റവും അതിൻ്റെ തുറന്ന ഭാഗത്ത് കർവ് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ കട്ട് ചെയ്ത് ഇതേപോലെ നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റി. ഇനി കട്ട് ചെയ്തതിനെ നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. എല്ലാ വശവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തയ്ച്ചെടുത്തതിൻ്റെ 2.5 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, ആ ഭാഗം അതേപോലെ 4 വശത്തും ഇതേപോലെ മടക്കി വെച്ചിട്ട് അത് അടയാളപ്പെടുത്തണം. ഇതേപോലെ 4 വശവും നമ്മളതിൻ്റെ സെൻറ്റർ നോക്കി അടയാളപ്പെടുത്തുന്ന വീഡിയോയിൽ കാണുന്ന അതേപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. ഈ അടയാളപ്പെടുത്തി അവിടുന്ന് ഒരു വശത്ത് നിന്നും മറ്റേ വശത്തേക്ക് ഇതേപോലെ എത്രയാണ് അളവ് വരുന്നതെന്നുള്ളത് നമ്മളൊന്ന് ടേപ്പ് വെച്ചിട്ട് അളന്ന് എടുക്കണം. അതേപോലെ കോർണറൊക്കെ നല്ല പോലെ പിടിച്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടത്തുള്ളൂ. എനിക്കിവിടെ 15 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ കൊടുത്ത് നമ്മൾ 16 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി അതേ അളവിലുള്ള 16 ഇഞ്ച് അളവിലും 5 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണി അത് ചാക്കിൻ്റെ കഷ്ണവും അതേപോലെ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു തുണി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സെൻറ്ററിൽ അതേപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഷിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഷിബ് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഷിബിനെ മാറ്റി വെച്ചിട്ട് മെയിൻ തുണീൻ്റെ സെൻറ്റർ വശം എടുക്കുക. സെൻറ്റർ എടുത്തിട്ട് സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തുക. ശേഷം അതിൻ്റെ 2 സൈഡുക്കുമായിട്ട് 2 സൈഡിലും 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക. കണ്ടോ, വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ തന്നെ 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്കതിനൊരു വള്ളി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട്. 17 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതി. 2 ഇഞ്ച് വീതിയിലുള്ളത് എടുക്കുമ്പോഴേ നമുക്ക് 1 ഇഞ്ച് വീതിയിലുള്ള വള്ളി തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തയ്ച്ചെടുക്കുക. ഇനി വേണ്ടത് ഇതിനൊരു പോക്കറ്റ് പോലെ തയ്ക്കാനാണ്. അതിന് 11 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുള്ളൊരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വശത്ത് അതിൻ്റെ മുകൾ ഭാഗം തയ്ക്കരുത്, 3 വശത്തായിട്ട് തയ്ച്ച് ഇതേപോലെ തയ്ച്ചെടുത്തിട്ട് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ ഈ 2 കോർണറിലും നമ്മൾ ഷിബ് അറ്റാച്ച് ചെയ്തതുണ്ടല്ലോ, ആ തുണി എടുത്തിട്ട് തയ്ച്ചിട്ട് പിടിപ്പിക്കുക. തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വള്ളി നമ്മളവിടെ തയ്ച്ച് കൊടുക്കണം. 2 സൈഡിലുമായിട്ട് വള്ളി തയ്ച്ച് കൊടുക്കുക. അപ്പോൾ വള്ളിയും തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആണ് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടത്. വള്ളി അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഈ ഓരോ കോർണറുകളും നമ്മൾ പിടിച്ചാൽ ചിലപ്പോൾ ഒതുങ്ങി വരാൻ ബുദ്ധിമുട്ടാവും. കാരണം കട്ടിയുള്ള തുണി അതിനകത്ത് കിടക്കണോണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പിന്ന് വെച്ചിട്ട് കുത്തി കൊടുത്ത് എല്ലാതും ഒരുപോലെ ആക്കി എടുക്കുക. എൻ്റെ അടുത്ത് മുട്ട സൂചി ഇല്ലാത്തതുകൊണ്ട് സേഫ്റ്റി പിന്നാണ് ഞാൻ കുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കുത്തിക്കൊടുത്ത് നമ്മളെല്ലാ 2 വശവും ഒരേപോലെ തയ്ച്ച് എടുത്തിട്ടുണ്ട്.
ഇനി ഈ തയ്ച്ചെടുത്തതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അതിൻ്റെ കോർണറുകളെല്ലാം ലെവലാക്കിയിട്ട് ഇതേപോലെ തിരിച്ചിടുമ്പോൾ നമുക്ക് അടിപൊളി ലഞ്ച് ബാഗ് റെഡിയായി. വളരെ സിമ്പിളാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നമുക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെത് അറിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഓഫീസ് ജോലിക്ക് പോകണ നമുക്കോ ആർക്ക് വേണേലും ഉപയോഗിക്കാൻ പറ്റിയൊരു ലഞ്ച് ബാഗാണ് ഇത്. നമുക്ക് പൈസക്ക് യാതൊരു മുടക്കില്ലല്ലോ. ഒരു ചെറിയൊരു കഷ്ണം തുണി ഉണ്ടെങ്കിൽ അതിൽ ഒരു ഷിബും ഒരു അരിയുടെ ചാക്കും ഉണ്ടെങ്കിൽ ആർക്ക് വേണേലും ചെയ്തെടുക്കാൻ പറ്റണ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബാഗാണ്. ഇതിന് നമ്മൾ കടകളിൽ 100, 150, 200 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മൾക്ക് 10 രൂപയെങ്കിൽ 10 രൂപ ഇത് വെച്ച് ലാഭിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.